Hello, Namaskaram. Welcome back to my channel. You're watching Electronics and this is Aisha. If you're here for the first time, please don't forget to subscribe. അപ്പോൾ പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബുക്ക് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ. ഓതർ നിസാർ ഇൽത്തുമിഷാണ്. ലിബി പബ്ലിക്കേഷൻസ്, കോഴിക്കോടുള്ള ലിബി പബ്ലിക്കേഷൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ കയ്യിലിരിക്കുന്നത് 7ാം പതിപ്പാണ്. 2024 SK പൊറ്റക്കാട് അവാർഡ്, ദി ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് പുരസ്കാരവും നേടിയ നോവലാണിത്. ആൻഡ് ഇതിന് എത്ര പേജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 192. ആൻഡ് കവറിലും പേരിലും ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് കിട്ടുന്ന ഒരു പുസ്തകമാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ കവർ ഇറ്റ് ഹാസ്. നമ്മുടെ രാജേഷ് ചാലോട് ആ ചേട്ടൻ ചെയ്ത കവറാണ്. ആൻഡ് ഇത് ഒരുപാട് വിറ്റ് പോകുന്ന ഒരു പുസ്തകമാണ്. ആൻഡ് ബൈ ദ വേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമുണ്ട്. അഗർത്ത എന്ന് പറയുന്ന ഇപ്പം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഞാൻ അതാണ് ആക്ച്വലി ഇത്തവണ ഒരു കടയിൽ പോയപ്പം എടുത്തത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ട് ഇതാണ്, ഇത് വായിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഇതെടുത്തതാണ്. അപ്പം കവറും ഇഷ്ടപ്പെട്ടു. ആൻഡ് 325 റുപ്പീസാണ് ഇതിന്. കോഴിക്കോടിന്റെ ഉൾഗ്രാമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് ജരാനര ബാധിച്ച കാശിയുടെ ഇരുണ്ട ഗല്ലികളിലൂടെ മോക്ഷം തേടി അലഞ്ഞ ഒരു യാഥാസ്ഥിതിക മുസ്ലിം ആത്മാന്വേഷിയുടെ കഥ. മലയാളത്തിൽ ഇതുവരെ ആരും പറയാത്ത കാശിയുടെ നിഗൂഢതകളിലൂടെയും ഗൃഹാതുരമായ കേരളത്തിന്റെ ഗ്രാമീണ നന്മകളിലൂടെയുമുള്ള യാത്രയാണ് ഈ പുസ്തകം. എഴുത്തുകാരന്റെ പേര് പോലും എഴുത്തിനെ മതവൽക്കരിക്കുന്ന പുതുകാലത്ത് വിവാദങ്ങളെ അതിജീവിച്ച ശക്തമായ രചന, കാലത്തെയും ജീവിതത്തെയും അടയാളപ്പെടുത്തുന്ന കൃതി. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ഓൾസോ ഫെൽറ്റ്. കാശിയുടെ വേറൊരു വശമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആത്മീയത നിറഞ്ഞ ആ ഒരു കാശിയിൽ നിന്നും വേറൊരു കാശി. നമ്മുടെ കോഴിക്കോടുള്ള ഒരു മനുഷ്യൻ ആത്മാന്വേഷണം നടത്തി അവിടെ കാശിയിൽ പോയിട്ട് അവിടെ വെച്ച് പുള്ളി റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ വെച്ച് പുള്ളി മീറ്റ് ചെയ്യുന്ന ആളുകൾ. ആൻഡ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ സ്വാമികൾ, അവരുടെ ജീവിതചര്യകളും ശൈലികളും, ആൻഡ് വാട്ട് ആർ ദേ ലിവിങ് ഫോർ, ആൻഡ് വാട്ട് ആർ ദേ റിച്വൽസ്, വാട്ട് ആർ ദേ ഹാബിറ്റ്സ്, അങ്ങനെ അവരുടെ ജീവിതത്തിലൂടെയുള്ളൊരു കഥയും നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസും ഒക്കെ തരുന്ന ഒരു പുസ്തകമാണ്. സച്ച് എ വെറൈറ്റി ബുക്ക് ഇറ്റ് ഇസ്. ആൻഡ് ഇതുപോലത്തെ ഒരു പുസ്തകം ഇതിനു മുന്നേ ആരും വായിച്ചിട്ടുണ്ടാവില്ല. അത് അങ്ങനെ ഒരു സാധനം എഴുതാൻ ധൈര്യം കാണിച്ച ആ മനുഷ്യനെ ആക്ച്വലി വി ഹാവ് ടു പ്രൈസ് ഹിം ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഗുഡ് ബുക്ക്. ആൻഡ് നമുക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഈ പുസ്തകത്തിൽ നിന്നും കിട്ടുന്നത്. ആൻഡ് ഈ 192 പേജസിലും ഒരുപാട് പുതിയ കാര്യങ്ങളാണ്, നൂതനമായ അനുഭവങ്ങളാണ് നമ്മളെ തേടി ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതൊക്കെ കെട്ടുകഥകളായിട്ട് തോന്നും. ആൻഡ് ഇതൊക്കെ അവിടെ പോയി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഒരു മനുഷ്യൻ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന മനുഷ്യൻ റിയലൈസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ഓൾ നോവൽ ടു അസ്. ആൻഡ് നല്ല രസമുണ്ട് വായിച്ചിരിക്കാൻ. നല്ലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ഇത് വായിച്ചതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അഗർത്തയും നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 7ാം പതിപ്പാണ്. സോ 325 റുപ്പീസാണ് ഇതിന്. പല ഓൺലൈൻ ബുക്ക് സ്റ്റോഴ്സിലും ഇത് ഓഫറിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് താല്പര്യമുള്ളവർ വായിച്ചു നോക്കൂ. സോ ദാറ്റ്സ് ഓൾ. വിൽ മീറ്റ് ത്രൂ അതർ വീഡിയോസ്. അണ്ടിൽ ദെൻ ബൈ.